കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന ജഗദീഷ് ഷെട്ടാർ വീണ്ടും മറുകണ്ഠം ചാടി ബിജെപിയിലെത്തിയത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഹുബ്ലി ധാർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ സീറ്റ് നൽകിയിട്ടും തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഷെട്ടാർ ഏറ്റുവാങ്ങിയിരുന്നു. തുടർന്ന് ഇന്നലെയാണ് കോൺഗ്രസ് വിട്ട് അദ്ദേഹം വീണ്ടും ബിജെപിയിൽ ചേർന്നത്. ഡൽഹിയിൽ മുൻ കർണാടക മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്രയുടെയും സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. ഒരു വർഷത്തിനു ശേഷമാണ് ഷെട്ടാർ ബി.ജെ.പിയിൽ തിരിച്ചെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു ഷെട്ടാർ വീണ്ടും ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസത്തിലാണ് ബി.ജെ.പിയിൽ തിരിച്ചെത്തിയതെന്നാണ് ഷെട്ടാർ പറഞ്ഞത്. എന്നാൽ ഷെട്ടാറിന്റെ തിരിച്ചുവരവിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. ജഗദീഷ് ഷെട്ടാറിനെ തിരികെ എത്തിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണവുമായി കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി.കെ. ശിവകുമാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ശക്തരായ സ്ഥാനാർത്ഥികളില്ലാതെ എൻ.ഡി.എ സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുകയാണെന്നും ഈ പശ്ചാത്തലത്തിലാണ് ഷെട്ടാറിനെ ലക്ഷ്യം വെച്ച് കരുനീക്കങ്ങൾ നടത്തുന്നതെന്നുമായിരുന്നു ഡി.കെ. പറഞ്ഞത്. അതേസമയം ജഗദീഷ് ഷെട്ടാർ ബി.ജെ.പിയിലേക്ക് മടങ്ങിയതിനെക്കുറിച്ചും രൂക്ഷ ഭാഷയിലാണ് ഡി.കെ. ശിവകുമാർ പ്രതികരിച്ചത്. തന്റെ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഷെട്ടാർ ചെയ്തതെന്നും ഇന്നലെ വരെ ബി.ജെ.പിയുടെ ആശയങ്ങളെ എതിർത്തയാളായിരുന്നു അദ്ദേഹമെന്നും ശിവകുമാർ തുറന്നടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെയാണ് കണ്ടത്. അർഹിക്കുന്ന എല്ലാ ബഹുമതിയും ഷെട്ടാർക്ക് നൽകി. അദ്ദേഹത്തിന് മറ്റു താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അമിത്ഷാ എന്താണ് വാഗ്ദാനം നൽകിയത് എന്നറിയില്ല. എന്താകുമെന്ന് കാത്തിരുന്നു കാണാമെന്നാണ് ഈ വിഷയത്തിൽ ഡി.കെ. പ്രതികരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാനാണ് ബി.ജെ.പിയുടെ തീവ്രശ്രമം. ഇതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ലിംഗായത്ത് വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള മുതിർന്ന നേതാവിനെ തിരികെ എത്തിക്കാൻ ബി.ജെ.പി. പരിശ്രമിക്കുന്നത്. ഇതിൽ ഷെട്ടാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. മുൻപ് പാർട്ടി തന്നിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ചില പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. കഴിഞ്ഞ 8-9 മാസമായി എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബി.ജെ.പി. നിരവധി ചർച്ചകളാണ് നടക്കുന്നത്. കർണാടകയിലെ ബി.ജെ.പി. നേതാക്കളും അണികളും മടങ്ങിവരാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ബി.ജെ.പിയിലേക്ക് തന്നെ മടങ്ങുകയാണെന്നായിരുന്നു ഇതിൽ ഷെട്ടാറിന്റെ പ്രതികരണം. ഇനി ബി.ജെ.പി. പാർട്ടിയിൽ പണി കൊടുത്താൽ ഷെട്ടാർ തിരികെ എങ്ങോട്ടു പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.